എന്തുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പുതിയ കോഴ്സ് സെലക്ട് ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ 20 ടാബുകൾ ഓപ്പൺ ആയിരിക്കും. നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കാണാനിരുന്നാൽ 30 മിനിറ്റ് സ്ക്രോൾ ചെയ്തിട്ടും ഒന്നും കിട്ടില്ല. അവസാനം അടുത്ത് ഫോൺ വെച്ച് നിങ്ങൾ ഉറങ്ങാൻ പോകും. ഇത് ബുദ്ധി കുറവ് കൊണ്ടല്ല, ഇതിൻ്റെ പേരാണ് ഡിസിഷൻ ഫെയ്റ്റീഗ്. നമ്മുടെ ബ്രെയിനിന് ഒരു ദിവസം എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്. ഓപ്ഷനുകൾ കൂടുമ്പോൾ ബ്രെയിൻ ടയർഡാകും. ഫലമോ തീരുമാനങ്ങൾ വൈകുന്നു, ആക്ഷൻ സീറോ ആകുന്നു. നമ്മൾ വിചാരിക്കും കൂടുതൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലത് തിരഞ്ഞെടുക്കാമെന്ന്. പക്ഷേ റിയാലിറ്റി നേരെ തിരിച്ചാണ്. ഓപ്ഷൻ കൂടുമ്പോൾ അനലൈസിസ് പാരലൈസിസ് ഉണ്ടാകുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയാകുമ്പോൾ അലമാര തുറക്കുന്നു. ഒരുപാട് ഡ്രസ്സുകൾ, ഇത് ഇന്നലെ ഇട്ടതാണ്, ഇതിന് ചേരില്ല, ഇത് അയൺ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചിന്തിച്ച് 10 മിനിറ്റ് പോകും. ഇവിടെ നിങ്ങളുടെ ബ്രെയിൻ എനർജി വെറുതെ കളയുകയാണ്. ശരിക്കുള്ള ജോലി തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ ടയേർഡായി കഴിഞ്ഞു. ഇത് ഒഴിവാക്കാൻ ഒരു പവർഫുൾ ടെക്നിക് ഉണ്ട്. റൂൾ ഓഫ് 3. ഏത് കാര്യത്തിലും പരമാവധി 3 ഓപ്ഷൻ മാത്രം വയ്ക്കുക. സ്റ്റെപ്പ് 1. അലമാര തുറന്നാൽ ആദ്യം കാണുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നുന്നതോ ആയ 3 ഡ്രസ്സുകൾ മാത്രം എടുക്കുക. സ്റ്റെപ്പ് 2. ബാക്കി എല്ലാ ഡ്രസ്സുകളെയും അപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ലോകത്ത് ആ 3 ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പ് 3. ഈ 3 എണ്ണത്തിൽ നിന്ന് ഏറ്റവും മികച്ചത് 30 സെക്കൻഡിനുള്ളിൽ തിരഞ്ഞെടുക്കുക. ഇത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ 50 ഐറ്റമുള്ള മെനു നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 കാറ്റഗറി, അതായത് ബിരിയാണി, സദ്യ, ഫ്രൈഡ് റൈസ് മാത്രം നോക്കുക. അതിൽ നിന്നൊന്ന് വേഗം സെലക്ട് ചെയ്യുക. തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുമ്പോൾ നിങ്ങളുടെ എക്സിക്യൂഷൻ സ്പീഡ് കൂടും, ബ്രെയിൻ ലോഡ് കുറയും. ഓർക്കുക, പെർഫെക്റ്റ് തീരുമാനങ്ങളെക്കാൾ പ്രധാനം എടുത്ത തീരുമാനം നടപ്പിലാക്കുക എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്കതിനെ റൂൾ ഓഫ് 3 വെച്ച് സിമ്പിളായി അടുത്ത വീഡിയോയിൽ കാണാം.